പത്മനാഭൻ ചേട്ടൻ്റെ ഒരു സിനിമയിലെ കഥ പറയണമെങ്കിൽ 4 വരികൾ മാത്രം മതി. അതുകൊണ്ട് ഒരു കഥ തീരുകയാണ്. അങ്ങനെ 4 വരികൾ കൊണ്ട് മാത്രം പറയാവുന്ന ഒരു കഥയെ 2-2.5 മണിക്കൂർ നേരം പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന രീതിയിൽ ഒരു തിരക്കഥ സൃഷ്ടിക്കുക എന്നുള്ളത് പ്രതിഭകൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ. അതുവരെ വിദൂഷ വേഷങ്ങൾ കെട്ടിയാടിയിരുന്ന എനിക്ക് ഇരുത്തം വന്ന കഥാപാത്രങ്ങളാണ് അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങൾ. ഇപ്പോൾ സീസണായിരുന്നാലും ശരി, അല്ലെങ്കിൽ മൂന്നാം പക്കമായിരുന്നാലും ശരി, അങ്ങനെ നിരവധി ചിത്രങ്ങൾ. ഇന്നലെ എന്നുള്ള ചിത്രമാണെങ്കിലും അതിലൊക്കെ വളരെ വ്യത്യസ്തതയുള്ള, അതായത് വ്യക്തമായ സ്വഭാവമുള്ള ഓരോ കഥാപാത്രങ്ങൾ അദ്ദേഹം എനിക്ക് തന്നിരുന്നു. സാധാരണ എന്നെപ്പോലെ വിദൂഷ വേഷങ്ങൾ കെട്ടുന്നവർക്ക് ചില വാക്കുകൾ സ്വന്തമായിട്ട് ഇടാറുണ്ട്. പക്ഷേ പത്മനാഭൻ ചേട്ടൻ്റെ സ്ക്രിപ്റ്റിൽ എന്തെങ്കിലും വാക്കിട്ടാൽ തന്നെ പറയും, അമ്പിളി അത് ഇടണ്ട. ആ വാക്ക് എനിക്കും അറിയാം, അതിൻ്റെ അർത്ഥവും എനിക്കറിയാം. ഞാൻ പല ഹോട്ടലുകളിലിരുന്ന് വളരെ നാൾ ആലോചിച്ച ശേഷമാണ് ആ ഒരു വാക്ക് ഞാൻ എഴുതിയിരിക്കുന്നത്. അത് മാറ്റരുത്. വാസ്തവത്തിൽ ആ വാക്ക് മാറ്റിയാൽ മറ്റൊരു വാക്ക് അവിടെ ചേരുകയില്ല എന്നുള്ളതാണ്. എപ്പോഴും സ്വന്തം ശൈലിയുള്ള ഒരു സാഹിത്യകാരനോ അല്ലെങ്കിൽ അഭിനേതാവിന് മാത്രമേ ദീർഘകാലമായി നിലനിൽപ്പുള്ളൂ എന്നുള്ളതാണ്. അതിന് തെളിയിച്ച ആളാണ്, അക്കാര്യം വളരെ വ്യക്തമായി തെളിയിച്ച ആളാണ് പ്രേക്ഷകർക്ക് പ്രിയങ്കരനായ പത്മരാജൻ.